നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കിങ് ഖാൻ, അതായത് ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാൻ്റെ 60ാമത്തെ ബർത്ത്ഡേ ആണിന്ന്. ഇന്ന് 60 വയസ്സ് കഴിഞ്ഞ്. കിങ് ഖാന് എൻ്റെ എല്ലാവിധ ജന്മദിനാശംസകൾ. ഇന്ന് ഷാരൂഖ് ഖാൻ എന്ന മഹാപ്രതിഭയെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അതായത് നിങ്ങൾ ഓർത്തോണം, കിങ് ഖാൻ ആയെങ്കിൽ അതിൻ്റെ പിന്നിലെ അദ്ദേഹത്തിൻ്റെ അധ്വാനം തന്നെയാണ്. അദ്ദേഹത്തിന് സിനിമയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒരു നല്ലൊരു സ്പോർട്സ്മാനായിരുന്നു. പക്ഷേ ഈ തോളലിന് എന്തോ പ്രശ്നം വന്നിട്ട് അങ്ങനെ സ്പോർട്സ് വിട്ടാണ്. സിനിമ എന്ന് പറഞ്ഞാണ് പിന്നെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നത് ഒരു നെപ്പൊട്ടിക്കല്ല. അദ്ദേഹത്തിന് സിനിമ പാരമ്പര്യമില്ല, സിനിമയായിട്ടൊരു ബന്ധമില്ല. നമ്മുടെ മലയാളത്തിലെ മമ്മൂക്കലായിട്ടൊക്കെ നടക്കാൻ ഒരു സിനിമയായിട്ടൊരു ബന്ധമില്ല അവർ വന്നത്. അന്ന് പറഞ്ഞ തന്നെ ഒരു ബന്ധമില്ല വന്നേ, ഒരു ബന്ധമില്ല സിനിമയായിട്ട്. അന്ന് നല്ല കാശുണ്ടോ? ഇല്ല. കാശുള്ള കുടുംബത്തിലുള്ള ആളാണ്? അല്ല. സാധാ കുടുംബത്തിൽ ജനിച്ച ഒരാൾ. അച്ഛൻ 16ാം വയസ്സിൽ മരിച്ചുപോയി. അച്ഛനെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോകുമ്പം അമ്മ ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ ഡ്രൈവിങ് പഠിച്ചെന്ന്. വണ്ടി ഓടിച്ച് ഷാരൂഖ് ഖാനാണ്. നീ എപ്പോൾ ഡ്രൈവിങ് പഠിച്ചെന്ന്. അപ്പം SRK പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പഠിച്ചോളന്ന്. അതായത് ആ സ്റ്റീറിംഗ് പിടുത്തം, അത് ജീവിതത്തിൻ്റെ സ്റ്റീറിംഗ് പിടുത്തമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ സ്റ്റീറിംഗ് പിടുത്തം എങ്ങ് തെറ്റാതെ അദ്ദേഹം കറക്റ്റായിട്ട് കൊണ്ടുപോയി ഇപ്പോൾ തന്നെ കിങ് ഖാനായിട്ട് നിൽക്കുന്നത്. 16ാം വയസ്സിൽ അച്ഛൻ മരിച്ചു. 26ാമത്തെ വയസ്സ് അമ്മ മരിച്ചു. കൊച്ചിറക്കായ സമയത്താണ് ഓർക്കുന്നത്, ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന സമയത്താണ്. പിന്നെ ഒരു സഹോദരിയുണ്ട്. സഹോദരിക്ക് എന്തോ അസുഖമുണ്ട്. സഹോദരിയുടെ അസുഖവും കാര്യങ്ങളും മരുന്നും എല്ലാം മേടിക്കുന്നു. സാധാ കുടുംബത്തിലുള്ള ഒരാളാണ്. സിനിമയിലേക്ക് വരാനായിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് അവഗണനയിൽപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അന്നും അവിടെ ഉണ്ടല്ലോ അവഗണന. അദ്ദേഹത്തിന് ഇതില്ല, സൗന്ദര്യമില്ല, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കുന്നുണ്ട്. അദ്ദേഹം സൗന്ദര്യം എന്ന് പറയാൻ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്, നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. തെളിവാണ് ഇപ്പോഴത്തെ രാജാവ് നിൽക്കുന്നത്. അദ്ദേഹം വന്ന ആദ്യമേ സീരിയലിനകത്താണ്, ചെറിയൊരു വേഷം. അതിന് സിനിമ വന്നപ്പം അതൊരു ചെറിയ വേഷം, വില്ലനായിട്ട്. അതിന് സഹനടനായിട്ടാണ്. പിന്നീട് നായനായിട്ട് അഭിനയിച്ച്, പിന്നെ റൊമാൻറ്റിക്, പിന്നെ രാജാവായി. പക്ഷേ അദ്ദേഹം ഈ രാജാവ് അതിന് മുമ്പേ ഡൽഹിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് നേരെ ബോംബെക്ക് ട്രെയിൻ കയറി ബോംബെ നഗരത്തിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അദ്ദേഹം സിനിമയിലേക്ക് ഇങ്ങനെ അവസരങ്ങൾ തേടുന്ന സമയത്തൊക്കെ ഈ നടപ്പാതകളിലും റെയിൽവേ സ്റ്റേഷൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പിന്നെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം അവസരങ്ങൾ ചോദിക്കും, അദ്ദേഹത്തിന് ഒരുപാട് അവഗണിച്ച് വിടുക. എന്തിനും ആദ്യമായിട്ട് ഒരു സിനിമ നടനായ സമയത്തിന് ഒരു ഫംഗ്ഷൻ വന്നിട്ട് അദ്ദേഹത്തിന് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു ദിവസം ബോംബെ നഗരത്തിലെ മറൈൻ ഡ്രൈവിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചുപോയി, ഒരു ദിവസം ഈ നഗരം എൻ്റേതാവുമെന്ന്. കണക്കായില്ലേ? അദ്ദേഹം ആ നഗരം അദ്ദേഹത്തിന് സ്വന്തമാക്കിയില്ലേ? അദ്ദേഹം ആ ബോംബെ നഗരത്തിൽ ഒരു പാലസ് പണിതില്ലേ? അപ്പം അദ്ദേഹത്തിന് അധ്വാനമാണ്. ഒരു നെപ്പോട്ടിക്കും ഇല്ല, ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ ആയത്, ഇത്രയും വിലകൊടുപ്പുള്ള താരമൂല്യമായത്. ഒന്നുമില്ലായ്മ വന്ന് രാജാവായ, അതായത് ഒരു സിനിമയായിട്ടൊരു ബന്ധമില്ലാതെ വന്ന് സിനിമ നടനായ കിങ് ഖാനായ മനുഷ്യനാണ് അദ്ദേഹം. ലോക സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായ ഒരു നടനാണ് ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ SRK, കിങ് ഖാൻ. അപ്പം അദ്ദേഹത്തിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, കഷ്ടപ്പെട്ട് വന്ന് കിങ് ഖാനായി ലോക സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായ നടനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ എല്ലാം സാധിച്ചു. മുംബൈ നഗരം അദ്ദേഹം വാങ്ങിച്ചു, കാശ് കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞാൽ മുംബൈ നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉണ്ടാക്കിയെടുത്തു. അപ്പം അദ്ദേഹത്തിന് ബർത്ത്ഡേ ആണിത്. അപ്പോൾ ഒരു വിഷസ് നമുക്ക് അറിയിച്ചില്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ നമുക്കൊരു വിഷമാണ്. അപ്പം എല്ലാവിധ ജന്മദിന ആശംസകളും ഒരിക്കൽ കൂടി SRKക്ക്, ഷാരൂഖ് ഖാൻ സാറിന് ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ ഒരു റോൾ മോഡലാണ് എല്ലാ സിനിമ നടന്മാരായിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും. എല്ലാ സിനിമ നടനാകാൻ വേണ്ടി നടക്കുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ ആൾ. എല്ലാവർക്കും ഒരു പാഠമാട്ടെ, ഇദ്ദേഹത്തെ കണ്ട് പഠിക്കണം. കണ്ടില്ലേ, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതണക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു. ആ വലുതായ സ്വപ്നങ്ങൾക്ക് കാട്ടി വലിയ വലുപ്പത്തിലാണ് അദ്ദേഹം പ്രയത്നിച്ചത്, കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹം എത്തേണ്ടിടത്ത് എത്തി. ഹാപ്പി ബർത്ത്ഡേ ഷാരൂഖ് ഖാൻ സാർ.